വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളുടെ കൂടെ ഓടല്ലേ. ആരാ നിഷേധികൾ? റബ്ബിന്റെ റുബൂബിയത്തിനെ മനസ്സിലാക്കാത്തവരെല്ലാം നിഷേധികളാണ്. ഹൂദ് 43, ഹൂദ് 42, 43. 42 ആദ്യം. ونادى نوح ابنه وكان في معزله يا بني اركب معنا ولا تكن مع الكافرين. 42 ഹൂദ്. قال سآوي إلى جبل يعصمني من الماء. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൂരെ നിന്ന് വിളിച്ചു. നൂഹ് നബി കപ്പലില്ല അലൈഹിസ്സലാം. മകൻ കൻആനോ പറ വെള്ളത്തിലാ. അപ്പൊ വിളിച്ചു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇർക്കം മാന, ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് കയറ്. വലാ തകുന്നി, ആയിത്തീരത് മഅൽ കാഫിരീൻ, നിഷേധികളോട് കൂടെ. അവരാരെ അംഗീകരിച്ചിട്ടില്ല? പറ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത നിഷേധികളോട് കൂടെ നീ ആകരുത്. കാല, അപ്പോൾ ഈ മകൻ പറഞ്ഞു, സആവി, ഞാൻ ചെന്നെത്തും, ഇലാ ജബലിൻ, പർവ്വതത്തിലേക്ക്. ഇലാ ജബലിൻ ഇവിടെ നെക്കിറയാ, മാരിഫല്ല. എന്താ നെക്കിറാക്ക്? ഇലാ ജബലിൻ, ഇലാ ജബലിൻ, ഇലാ ജബലിൻ. ഖാല സആവി ഇലാ ജബൽ. എന്താ അങ്ങനെയൊക്കെ കാരണം? قال سآوي إلى جبل. ബാപ്പയും മകനും കൂടി പുറപ്പെട്ടപ്പോൾ മകൻ ചോദിച്ചു, ചോറ് ഇവിടുന്ന് കേട്ടോ ബാപ്പ? അപ്പോൾ ബാപ്പ പറഞ്ഞു, നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. പിന്നൊരിക്കൽ ബാപ്പയും മകനും കൂടി പുറപ്പെട്ടു. അപ്പോൾ മകൻ ചോദിച്ചു, ഉച്ചക്ക് ചോറ് ഇവിടുന്ന് ബാപ്പ? അപ്പോൾ പറഞ്ഞു, അത് ബീച്ചിലെ മലബാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഈ രണ്ട് വാക്കിന് വ്യത്യാസം എന്താ? ഒന്നാമത് പറഞ്ഞപ്പോൾ ബാപ്പാൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഹോട്ടൽ ഇല്ല, കൺമുന്നിലും ഇല്ല. രണ്ടാമത് പറയുമ്പോൾ ബാപ്പാൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു നിർദ്ദിഷ്ട ഹോട്ടൽ ഉണ്ട്. ഇലൽ ജബലി എന്ന് പറയാതെ ഇലാ ജബലിൻ എന്ന് പറയാൻ കാരണം, കണ്ണിൻ്റെ മുന്നിൽ എന്തില്ല? പർവ്വതമൊന്നുമില്ല. പക്ഷേ ഒരു പർവ്വതത്തിലേക്ക് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് അവൻ്റെ ധാരണ. അവിടേക്ക് എത്താനുള്ള കൈക്കരുത്തും ഉണ്ട്. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല, ചിന്തിക്കണം. قال سآوي إلى جبل يعصمني من الماء. ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് ഞാൻ ചെന്നെത്തും. യഅസിമുനി, അതെന്നെ സംരക്ഷിക്കും, അതെനിക്ക് അഭയം തരും. മിനൽ മായി, വെള്ളത്തിൽ നിന്ന്. ഞാൻ എവിടെ എൻ്റെ കാര്യം നോക്കണ്ട. അപ്പോൾ അവൻ്റെ അക്കലിൽ എന്തുണ്ട്? ഒരു പർവ്വതമുണ്ട്. ഏതെങ്കിലും അഭയം തരാവുന്ന ഒരു പർവ്വതം അവൻ്റെ മനസ്സിൽ. അവൻ്റെ മനസ്സിൽ എന്തുണ്ട്? ഏതെങ്കിലും ഒരു പർവ്വതം ഉണ്ടാവും. എവിടേക്കെങ്കിലും എത്തും. എത്ര വെള്ളം കയറിയാലും വെള്ളം എത്താത്തൊരു സ്ഥലം ഉണ്ടാവും. അവിടേക്കൊക്കെ പോകാനുള്ള കരുത്ത് എനിക്ക് ഉണ്ടാനും. ഇടക്കൊന്ന് കുഴങ്ങിയാൽ ഒന്ന് വെള്ളത്തിൽ വിശ്രമിച്ചാൽ മതി, എന്നാലും പോടാ, എന്നാലും നീന്താ, അതിനൊക്കെയുള്ള ആരോഗ്യവും ഉണ്ട്. അപ്പോൾ അവിടെ അവന്റെ റബ്ബ് ആരല്ല? അവന്റെ റബ്ബ് ആരല്ല? അല്ലാഹുവല്ല. പിന്നെ ആരാണ്? പർവ്വതം. അതെ ഉറക്കെ പറയാ. പിന്നെ അവിടെ ആരാണ് അവന്റെ അഭയം? പർവ്വതം.
യഅസിമുനി, ആ പർവ്വതം എന്നെ രക്ഷിക്കും, മിനൽ മായി, വെള്ളത്തിൽ നിന്ന്. ഈ പർവ്വതത്തിന്റെ സ്ഥാനത്താണ് ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും സാധനങ്ങളൊക്കെ. ഗൾഫ് പൊളിഞ്ഞു വന്നു, മനസ്സിലായില്ല. പിന്നെ അങ്ങാടിയിൽ ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടൽ 3-ാം മാസം പൂട്ടി. ഇന്നലെയും ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ഹോട്ടൽ പൂട്ടിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഹോട്ടൽ തുടങ്ങാൻ പാടില്ല നീ പറഞ്ഞ മാനല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞു. ചിന്തിക്ക്. തദ്ബീർ നമ്മളെ കയ്യിലാകുമ്പോൾ, തദ്ബീർ നമ്മളുടെ കയ്യിൽ ആകുമ്പോൾ അള്ളാഹു അതിൽ ഇടപെട്ടോളണമെന്നില്ല. തദ്ബീർ നമ്മൾ റബ്ബിന് വിട്ടുകൊടുത്താലോ റബ്ബ് നമുക്ക് ഗുണകരമായതിലേക്ക് നമ്മളെ മെല്ലെ മെല്ലെ എത്തിക്കും. അത് നഷ്ടപ്പെടില്ല. മനസ്സിലായില്ല. ഒരാൾ ഇസ്തിഖാറത്ത് ചെയ്യാതെ ഒരു കാര്യം ചെയ്ത്